ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഷോൾഡർ പെയിനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ഈ വീഡിയോ കാണുന്നവർ ഒരു ഭൂരിഭാഗം പേർക്കും ഈ ഷോൾഡർ പെയിൻ എന്നൊരു സംഭവം ഉണ്ടായിട്ടുള്ളവരായിരിക്കാം. അപ്പോൾ ഷോൾഡർ പെയിൻ എങ്ങനെ ഉണ്ടാകുന്നു? ഒരുപാട് പില്ലോ വെച്ച് കിടക്കുക, അല്ലെങ്കിൽ ഒരുപാട് നേരം കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇങ്ങനെ കുത്തിയിരിക്കുക, അല്ലെങ്കിൽ ഒരുപാട് നേരം ഫോണിൽ നോക്കിയിരിക്കുക, അല്ലെങ്കിൽ എപ്പോഴും നിന്നിട്ട് ജോലി ചെയ്യുന്നവർ, അങ്ങനെയുള്ള ആളുകൾക്കും ഷോൾഡർ പെയിൻ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഷോൾഡറിന് താങ്ങാൻ പറ്റാത്ത ഭാരം ഉയർത്തുക, അല്ലെങ്കിൽ നമ്മൾ വലിക്കാൻ പറ്റുന്നൊരു ഭാരത്തിൽ കൂടുതൽ നമ്മൾ വലിക്കുക, അങ്ങനെയുള്ള സന്ദർഭങ്ങളിലെല്ലാം ഷോൾഡർ പെയിൻ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടുണ്ടാകുന്ന ഷോൾഡർ പെയിന് എങ്ങനെ ഒരു പരിധിവരെ കുറയ്ക്കാം എന്നതിന് വേണ്ടിയിട്ടുള്ള എക്സസൈസുകളാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. വളരെ ലളിതമായിട്ടുള്ള എക്സസൈസുകളാണ്, എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ഇതിനു വേണ്ടിയിട്ട് വേറെ പ്രത്യേകിച്ച് എക്യുപ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു സാധനവും ആവശ്യമില്ല. എല്ലാവർക്കും സ്വന്തം കൈകൾ ഉപയോഗിച്ച് എവിടെയെങ്കിലും ഇരുന്ന് സ്വസ്ഥമായിരുന്ന് ചെയ്യാവുന്ന വർക്കൗട്ടുകളാണ്. നല്ല ഫലം തരുന്ന വർക്കൗട്ടുകൾ തന്നെയാണിത്. ഒരുപാട് സ്ട്രെയിൻ ചെയ്യേണ്ടത്. ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നിലവിൽ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ദയവായിട്ട് ഈ എക്സസൈസുകൾ ചെയ്യേണ്ടതില്ല. അവർ തീർച്ചയായിട്ടും ആ ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ശ്രദ്ധിച്ച് കാണുക, സ്കിപ്പ് ചെയ്യാതെ കണ്ടിന്യൂ ആയിട്ട് കാണുക. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അല്ലാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ക്ലയൻസിന് പറഞ്ഞു കൊടുക്കുന്ന എക്സസൈസുകൾ തന്നെയാണിത്. തീർച്ചയായിട്ടും ഫലം കണ്ടിട്ടുള്ള എക്സസൈസുകളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാവുന്നതുമാണ്. ആദ്യമായി ഹെഡ് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻ്റ് ആണ്. ഇതിനായി ഒരു പത്രത്തിലിരുന്ന ശേഷം മെല്ലെ മുകളിലോട്ടും താഴോട്ടും മൂവ് ചെയ്യിക്കുക. വളരെ സാവധാനത്തിൽ ചെയ്യുക. 1 മുതൽ 5 റിപ്പീറ്റേഷൻ വരെ ചെയ്യാവുന്നതാണ്. അടുത്തതായി ഹെഡ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് മൂവ്മെൻറ്റ്. ഇതിനായി ഒരു പ്രതലത്തിലിരുന്ന ശേഷം തല വലതുവശത്തേക്കും ഇടതുവശത്തേക്കും ചരിക്കുക. ഇത് 5 റിപ്പീറ്റേഷൻ വരെ ചെയ്യേണ്ടതാണ്. അടുത്തത് ഷോൾഡർ മൂവ്മെൻറ്റ് ബൈ ടച്ചിങ് ഷോൾഡർ. അതായത് 2 ഷോൾഡറിലും കൈകൾ വെച്ച് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും തിരിക്കുക എന്നുള്ളതാണ്. ഫ്രണ്ടിലോട്ടൊരു 5 തവണ തിരിക്കുക, ബാക്കിലോട്ടൊരു 5 തവണ തിരിക്കുക. അടുത്തായിട്ടുള്ളത് ഷോൾഡർ സ്ക്യൂസിങ് ആണ്. ഇതിനായി ഇരിക്കുക, ഷോൾഡർ ബാക്കിലോട്ട് നന്നായി സ്ക്യൂസ് ചെയ്യുക. നമുക്ക് പറ്റുന്ന രീതിയിൽ ബാക്കിലോട്ട് മാക്സിമം സ്ക്യൂസ് ചെയ്യുക. ഇതൊരു 5 റിപ്പീറ്റേഷൻ വരെ ചെയ്യേണ്ടതാണ്. അടുത്തതായി ഫ്രീ ഹാൻഡ് ഷോൾഡർ റൊട്ടേഷൻ. ഇതിനായി നമ്മൾ നോർമൽ കൈകൾ താഴ്ത്തിയിട്ട് ഷോൾഡർ ഇതുപോലെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ റൊട്ടേറ്റ് ചെയ്യുക. ഫ്രണ്ടിലോട്ട് 5 തവണ റൊട്ടേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ബാക്കിലോട്ടും 5 തവണ റൊട്ടേറ്റ് ചെയ്യുക. അടുത്തതായി എൽബോ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മൂവ്മെൻ്റ് ആണ്. ഇതിനായി എൽബോ ഇതുപോലെ പിടിച്ച് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും തിരിക്കുക. വളരെ സാവധാനത്തിൽ ചെയ്യുക, ഒരുപാട് സ്ട്രെയിൻ എടുക്കേണ്ടതില്ല. അടുത്തതായി ട്രൈസെപ്പ് സ്ട്രെച്ചാണ്. ഈ സ്ട്രെച്ച് ട്രൈസെപ്സിനാണ് കിട്ടുന്നതെങ്കിലും ഇതിന് ഷോൾഡറിനും കൂടി അതിൻ്റെ ഒരു എഫക്റ്റ് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സ്ട്രെച്ച് ചെയ്യാൻ കാരണം. ഇത് പതുക്കെ കൈകൾ ഉയർത്തി ബാക്കിലോട്ട് വെച്ച ശേഷം അടുത്ത കൈ എടുത്ത് മുട്ടിൽ പിടിച്ച് സ്ട്രെച്ച് ചെയ്യുക. അടുത്തതായി ഷോൾഡർ ഫ്രണ്ട് ബാക്ക് മൂവ്മെൻ്റ് ആണ്. ഇതിനായി ഷോൾഡറിൽ കൈകൾ പിടിക്കുക, ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യുക, ബാക്കിലേക്ക് മാക്സിമം സ്ക്യൂസ് ചെയ്യുക. ഇതൊരു 5 തവണ റിപ്പീറ്റ് ചെയ്യുക. അടുത്തതായി ക്രോസ് ബോഡി ഷോൾഡർ സ്ട്രെച്ചാണ്. ഇതിനായി വലത് കൈ സ്ട്രെച്ച് ചെയ്യുക, ഇടത് കൈ കൊണ്ട് വലത് കൈയെ ഇടത് ഭാഗത്തേക്ക് വലിച്ചടുപ്പിക്കുക. ഇത് തന്നെ നേരെ ഓപ്പോസിറ്റ് സൈഡ് റിപ്പീറ്റ് ചെയ്യുക. ഇതൊരു 5 തവണ റിപ്പീറ്റ് ചെയ്യുക. അടുത്തതായി നെക്ക് സൈഡ് സ്ട്രെച്ചാണ്. ഇതിനായി കൈകൾ മുകൾ ഭാഗത്ത് പിടിച്ച് വളരെ സാവധാനത്തിൽ സ്ട്രെച്ച് ചെയ്യുക. ഒരുപാട് സ്ട്രെയിൻ എടുക്കേണ്ടതില്ല, വളരെ സാവധാനത്തിൽ സ്ട്രെച്ച് ചെയ്യുക. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ കണ്ടതിൽ വളരെ സന്തോഷം. കമൻറ്റുകൾ തീർച്ചയായിട്ടും ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ
ഇനിയൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.